ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഷിംലയിലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രിയാണ് ഷിംലയിൽ എത്തിയത്. അങ്ങനെ ഇന്ന് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ റെഡി ആയിട്ട് ഇന്ന് പോവുകയാണ്. ഇന്നത്തെ നമ്മൾ സൈറ്റ് സീയിങ്ങിൽ കുഫ്രി അതുപോലെ മാൾ റോഡാണുള്ളത്. കുഫ്രിയിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ പിന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഓരോ നാടുകൾ കാണാനും ഓരോ പോലെയല്ലേ. ഇങ്ങനെ കാറിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ അധികം ടൂറിസ്റ്റുകളാണെന്ന് കേട്ടോ തോന്നുന്നത്. കാരണം ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ നാട്ടുകാർ പൊതുവെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോണ വഴി അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവിടെ വണ്ടി ഒന്ന് നിർത്തി നമ്മളും അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പോകുന്നു. ഇനി നമ്മൾ നേരെ പോണത് കുഫ്രിയിലോട്ടാണ്. അതിനിടയ്ക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ കുഫ്രിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ കുതിരയുടെ പുറത്താണ് കേട്ടോ പോണത്. अंदर रखो, आगे बैंड हुआ ऐसे. ഇത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പോകണം, ഏകദേശം 5 കിലോമീറ്ററോളം പോകണം. കുതിരമ്മ പോകുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു ഭാഗം നല്ല താഴ്ചയും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയും. അങ്ങനെ കുറച്ച് നേരമുള്ള വീഡിയോ എടുത്ത്, കാരണം കുട്ടീനെ പിടിച്ചുകൊണ്ടിരുന്ന് ഫോണും പിടിച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് നേരം വീഡിയോ എടുത്തുള്ളൂ. ഇങ്ങനെ ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എത്തിയത് ഇവിടെയാണ്. ഇതൊക്കെ എന്ത് സാധനങ്ങളാണെന്ന് പറഞ്ഞു തരാൻ പോലും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ വൂളൻ ക്ലോത്ത്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ കീ ചെയിന്, ഹുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. ഫുഡിൽ മെയിനായിട്ട് അവർ മാഗി, ബ്രെഡ് ഓംലെറ്റ്, ചായ, പിന്നെ കൂൾ ഡ്രിങ്ക്സ്,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നു. ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുട്ടികളായിട്ട് അതൊന്നും നടക്കൂലാനോ. അങ്ങനെ പിന്നെ നമ്മൾ പോണതിപ്പോൾ ഗോ കാർട്ടിങ്ങിനാണ്. നമ്മളാകെ അതിന് മാത്രമേ ഉള്ളൂ കൂടി ഉണ്ടായിരുന്നത്, അതിന് മാത്രമേ നമ്മൾ പോകണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റൂം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നിനും ഫ്ലവറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വിൻ്റർ സീസൺ അല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇതായി നിൽക്കുന്നതൊക്കെ ആപ്പിൾ ട്രീസ് ആണ് കേട്ടോ. അതിനും ഇലകളൊന്നുമില്ല. ഇതും വിൻ്റർ ആവുകൊണ്ട് ഒക്കെ പോയിട്ടുണ്ട്. ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് ഇത്രയും ആപ്പിളൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ അതാ കാക്കും ആമിഷും കൂടി ഗോ കാർട്ടിങ്ങിന് പോവാണ്. ഈ സമയത്ത് മകള് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. കാരണം അവൾക്ക് ഇതിൽ കയറാനും പറ്റില്ല, അവൾക്കാണെങ്കിൽ അതിൽ കയറും വേണേനും. അവൾ ഏജ് കുറവായത് കാരണം അവളതിൽ കയറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കയറ്റാത്തതിൻ്റെ കാര്യം കൊണ്ട് അവൾ നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ അവരെ ഗോ കാർട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 3 ആളും കൂടി ഇങ്ങനെ 360 ഡിഗ്രിയിൽ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഇത് എത്ര ആൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ 1-2 കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ 360 ഡിഗ്രിയിൽ വീഡിയോ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കയറിയതാണ് അവർ. പിന്നെ ഇത് കേബേജ് ചെടികളാണ് കേട്ടോ. നമ്മളവിടുന്ന് അങ്ങനെ നടന്നു പോന്നപ്പോൾ കുറേ കേബേജിൻ്റെ ചെടികൾ കണ്ടു. എനിക്ക് മനസ്സിലാവണില്ല, ഇത് എന്തോ വെറുതെ ഉണ്ടായിക്കാണ് സംഭവം. ഒരാവശ്യമില്ലാതെ വെറുതെ അവിടെ ഉണ്ടായി നിൽക്കുന്നതാണ്. അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ നെക്സ്റ്റ് പോണത് മാൾ റോഡാണ്. सील्ड एरिया है, इसमें गाड़ी नहीं जाएगी। बड़े बड़े मिनिस्टरों की कोठियाँ इधर है और राज गार्डन है। यहाँ जाना आपने, और वो चर्च है। ये इधर पूरा माल रोड है, रोड ये है। അങ്ങനെ നമ്മൾ മാൾ റോഡ് എത്തിയിട്ടുണ്ട്. ഈ മാൾ റോഡ് എന്ന് പറയുന്നത്
കുറേ കടകളാണ് കേട്ടോ. ഫുഡിൻ്റെ കടകളുണ്ട്, ഡ്രസ്സിൻ്റെ കടകളുണ്ട്, ഇതുപോലെ ഫ്രൂട്ട്സുകളുണ്ട്. ഇത് കണ്ടോ സ്ട്രോളറുകൾ. ചെറിയ കുട്ടികളായിട്ട് വരുന്നവർക്ക് ഇവിടുന്ന് സ്ട്രോളർ റെൻറ്റിന് എടുത്തിട്ട് പോവാം. കാരണം ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ നടക്കാൻ. നമ്മൾ കുറേയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 5-10 കിലോമീറ്ററൊക്കെ നമ്മൾ നടന്നു. അതിൽ കുറേയൊക്കെ വീഡിയോ എടുത്തു. ഇത് യൂട്ടൻസിൽ ഡിഷ് വാഷറാണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാവരും കുറേ ആൾക്കാർ ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഞാൻ അവിടെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്യുന്നത്. നടന്ന് ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നുണ്ട്. നമ്മളെന്തായാലും തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ പരിപാടികൾ കണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തു. എന്താണ് അതൊന്ന് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ.